ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ്. അതുപോലെ ഒത്തിരി സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും തന്നെ നമ്മുടെ വീടുകളിൽ പാറ്റയും ഉറുമ്പും അതിൻ്റെയൊക്കെ ശല്യം കുറച്ചധികമായി തന്നെ മിക്ക വീടുകളിലും ഇപ്പോൾ കാണാറുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഉറുമ്പ്, പുളി ഉറുമ്പ്, അതായത് കറുത്ത ഉറുമ്പ്, പിന്നെ നല്ല പോലെ തന്നെ കടിക്കുന്ന ചുവന്ന ഉറുമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പം നമ്മളതിന് വരാതിരിക്കാനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കട്ടിളപ്പടിയിലൊക്കെ ചെറിയ ഇതുപോലെ ഹോളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തായിരിക്കും ഉറുമ്പുകൾ കൂടുതലായിട്ട് പോയി പിന്നെ അത് വീട്ടിനകത്തൊക്കെ കയറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിമെൻറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ ഒരു ചെറിയ കട്ടി പരുവത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ ഹോളിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. സിമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ടിയും മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഹോൾ അടയ്ക്കാവുന്നതാണ്. കട്ടിളപ്പടിയുടെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഹോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ അതിനകത്ത് കൂടെ ഉറുമ്പ് അകത്തേക്ക് കയറലും വിരലൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പ് ആ ഹോളിലേക്ക് കയറുന്നതും നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലിങ്ങനെ കൗണ്ടർ ടോപ്പിലോ ഡൈനിങ് ടേബിളിലോ വെക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ വെച്ചൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ അതിലേക്ക് ഉറുമ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തും നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും നമ്മൾ കുറച്ച് ഉപ്പ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു സ്വീറ്റ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ ഉറുമ്പ് വരുന്നത് നമുക്ക് ഈ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഞാനിത് ഇവിടെ ഒരു പൗഡറിൻ്റെ, അതായത് ടാൽക്കം പൗഡറിൻ്റെ ഒരു 4 ടിന്നെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ പൗഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് സോപ്പ് വെള്ളം ഉണ്ടല്ലോ, സോപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അതുപോലെ സോപ്പ് വെള്ളവും കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. സോപ്പ് വെള്ളം എടുത്തതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി അതിൽ നമ്മൾ പൗഡറിൻ്റെ ടിന്നായതുകൊണ്ട് ആ ഒരു ടിന്നിൽ പൗഡറിൻ്റെ കുറച്ച് ഉണ്ടതിനും അപ്പോൾ നല്ലൊരു മണവും നമുക്ക് കിട്ടും. ഈ ഒരു വെള്ളം നല്ലോണം ഷെയ്ക്ക് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ വീട്ടിനകമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളം നമ്മൾ മിക്സ് ആക്കിയിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തൊക്കെ ഉറുമ്പ് വരുന്നതും കൗണ്ടർ ടോപ്പിൽ ഉറുമ്പ് വരുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടില്ലേ, വരി പിടിച്ച് ചുവന്ന ഉറുമ്പ് ഇങ്ങനെ നമ്മുടെ മുറ്റത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളിലേക്ക് കയറാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഉറുമ്പ് ചത്തൊന്നും പോവില്ല. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം അത് വഴിതിരിഞ്ഞ് പൊക്കോളും, നമ്മുടെ വീട്ടിനകത്തൊന്നും പിന്നെ കയറില്ല. അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു മണം കാരണം ഉറുമ്പ് വീട്ടിനകത്ത് വരില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഈ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ നമ്മുടെ ഈ വീട്ടിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആ ഫൗണ്ടേഷൻ്റെ ആ ഒരു പോർഷനിൽ ഇതുപോലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഒന്നരാടം, അതായത് ഓരോ ദിവസത്തെ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിതുപോലെ ഈ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് ഉറുമ്പ് കയറുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചെറിയ ചെറിയ ഹോളുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പൈപ്പൊക്കെ നമ്മൾ ഉള്ളതിലൊക്കെ ചിലപ്പോൾ ഉറുമ്പ് വന്നിട്ട് നല്ലപോലെ തന്നെ മണ്ണ് പൊടിഞ്ഞിരിക്കാനും കണ്ടില്ലേ, ഇതുപോലെ ഉറുമ്പ് വന്ന് മണ്ണ് പിടിച്ചിട്ട് പിന്നെ നമുക്ക് ആ വീട്ടിനകത്ത് കയറാനും ചെതല് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊന്നും വെള്ളം, നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല. നമ്മൾ കുളിക്കുന്ന സോപ്പാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് അല്ലെങ്കിൽ അലക്ക് സോപ്പ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളതൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കുക. അതൊന്നും ഇല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളൊന്ന് ഒരു സോപ്പിൻ്റെ വെള്ളം വേണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഉറുമ്പ് കയറുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര ബേക്കിംഗ് സോഡ എടുത്തോ അതിൻ്റെ പകുതിയോളം തന്നെ നമുക്ക് പഞ്ചസാര എടുക്കാം. ഒപ്പം എടുക്കണ്ട. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം
നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ജനലിൻ്റെ ഭാഗത്ത് ചെറിയ ഹോളും അതുപോലെ ടെയിലിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ഹോളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അടയ്ക്കാവുന്നതാണ്. ഇവിടെ പുട്ടിയൊക്കെ തേച്ചിട്ട് വേണം, നമ്മൾ സിമെൻറ്റിനേക്കാളും പുട്ടി ഇട്ടിട്ട് വേണം നമുക്ക് അടയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്ത് ഇത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ ഉറുമ്പ് വന്നിട്ട് പഞ്ചസാര മിക്സ് ആക്കിയിരിക്കുന്നത് കൊണ്ട് എന്തായാലും ഉറുമ്പ് അതിലേക്ക് വരും. അപ്പോൾ അത് കഴിക്കുമ്പോൾ ആ ഉറുമ്പ് അത് ചത്തുപൊക്കോളൂ കേട്ടോ. ഉറുമ്പ് മാത്രമല്ല, നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറ്റയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈച്ച, പാറ്റ, രാത്രി സമയത്തൊക്കെ വരുന്ന ഈ ചെറിയ ചെറിയ പ്രാണികൾ, എട്ടുകാലി ഒക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ചെറിയ ചെറിയ ഹോളുകളാക്കിയിട്ട് ഉറുമ്പിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ നമുക്കിതുപോലെ ഈ ഒരു പഞ്ചസാരയും അതുപോലെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ബോറിക് ആസിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാട്ടോ. അപ്പോൾ പക്ഷേ കുട്ടികളുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ആ ബോറിക് ആസിഡൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, പുളിയുറുമ്പ്, ഇഷ്ടംപോലെ പുളിയുറുമ്പുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ടിൽ നമ്മുടെ മാവുണ്ട്, ആ മാവിലേക്കാണ് ഈ ഉറുമ്പ് ഇഷ്ടംപോലെ കയറുന്നത്. അപ്പോൾ നമുക്ക് മാവ് കയറി മാങ്ങ പറിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ നല്ല കടച്ചലും നല്ല എരിച്ചലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പോകാനും പുളിയുറുമ്പ് പോകാനും നമുക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡയും പഞ്ചസാരയും മിക്സ് ആക്കിയിട്ട് നമ്മളിതുപോലെ എല്ലാ സ്ഥലത്തും ഉറുമ്പ് കാണുന്ന ഭാഗത്തൊക്കെ നമ്മളിത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പുളിയുറുമ്പിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ടൊക്കെ സാധിക്കും. കണ്ടില്ലേ, ഈ മാവിൽ നമ്മൾ മാങ്ങ പറിക്കാനും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പുളിയുറുമ്പുള്ളത് കാരണം ആരും കയറി മാങ്ങയൊന്നും പറിക്കാറില്ല. അപ്പോൾ ഈ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഉറുമ്പിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ പാറ്റ, എട്ടുകാലി, ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പാറ്റകളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സാധനം രാത്രി സമയത്ത് നമ്മൾ ഇപ്പോൾ കൗണ്ടർ ടോപ്പിനും അടിയിലൊക്കെ നമ്മൾ വെച്ച്, കൗണ്ടർ ടോപ്പിലും അതുപോലെ കബോർഡിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു നാഴി ചോറ് വയ്ക്കുന്ന അരി, ഏതായാലും കുഴപ്പമില്ല, ഞാൻ മട്ടരിയും അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ പച്ചരിയും കൂടെ ചേർത്ത് നന്നായി, ഇത് രാത്രി സമയത്താണ് കേട്ടോ ഇടുന്നത്, നന്നായി 2-3 വട്ടം കഴുകിയതിന് ശേഷം ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് നമ്മളിതൊന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. ആ ടൈമിൽ നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇപ്പം നമ്മളിവിടെ 2 നാഴിയാണ്, ഒരു നാഴി പച്ചരിയും ഒരു നാഴി ചോറ് വയ്ക്കുന്ന അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു നാഴിയോളം ഒരു 3/4 നാഴിയോളം കടലപ്പരിപ്പും 3/4 നാഴിയോളം ഉഴുന്നും വെള്ളം ഉഴുന്നും കൂടി നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ സമയത്ത് ഇത് അരയ്ക്കാൻ പോകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു കടലപ്പരിപ്പിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു അരി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതുപോലെ കുറച്ച് ചെറിയുള്ളിയും, ഒരു 10 ചെറിയുള്ളിയും, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഒരു പിടിയോളം കറിവേപ്പില ഇട്ടിട്ട് ഈ ഒരു കടലപ്പരിപ്പും ഉഴുന്നും ഒരു 15 മിനിറ്റോളം തന്നെ ഇത് വെള്ളത്തിലിട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായി അരയ്ക്കേണ്ട, വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു പരുവത്ത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇത് മുഴുവനായി തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് അരച്ച് നമ്മൾ ഈ ഒരു മാവിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അത് അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇഡ്ഡലി പരുവത്തിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. നമുക്ക് ഇത് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടയാണ്. നമുക്ക് രാവിലെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഈവനിങ്ങിൽ നമ്മൾ കുട്ടികൾ സ്കൂളൊക്കെ പോയി വരുന്ന കുട്ടികൾക്ക് നമുക്ക് വൈകിട്ട് ഒരു അട ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും തന്നെ വേണ്ട കേട്ടോ. നമുക്കൊരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ മതി, പക്ഷേ ചമ്മന്തിയും വേണമെന്നില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വെറുതെ കഴിക്കാനായിട്ട്. ഇനി നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നല്ലെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് 2 തവിയോളം ഇത് ആക്കി കൊടുത്തിട്ട് കറക്റ്റ് ചെയ്ത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ നല്ലെണ്ണ തൂക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നല്ലാതെ നമുക്കത് വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സമയം നമുക്കിതിന് വേണ്ടി വരും കേട്ടോ.
അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലോളൊന്ന് ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളൊന്ന് മൂടി വെച്ചു. നമുക്കൊരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് നല്ലെണ്ണ തൂക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഒരേ സമയം ഒരേ ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു മടുത്തുവെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പണ്ട് കാലത്തെ ഉണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.